വീട്ടുമുറ്റത്ത് വരാന്തയിൽ ഒരു വ്യക്തി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഭിക്ഷക്കാരൻ ആ വീട്ടിലേക്ക് വരുന്നു. ഭിക്ഷക്കാരൻ ആ വീട്ടിൽ വന്നിട്ട് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണം. ഇത് കേട്ട ഉടനെ തന്നെ വരാന്തയിലിരുന്ന ആ ഒരു വ്യക്തി അകത്തേക്ക് പോകുന്നു വെള്ളം എടുക്കാനായിട്ട്. വെള്ളം എടുത്തുകൊണ്ട് തിരിച്ച് പുറത്തു വരുമ്പോൾ ആ ഒരു ഭിക്ഷക്കാരനെ അവിടെ കാണുന്നില്ല. സംഭവത്തിൽ എന്തോ നിഗൂഢതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ വരാന്തയിൽ വെച്ചിരുന്ന സ്മാർട്ട് ഫോൺ കാണുന്നില്ല. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഭിക്ഷക്കാരന്റെ രൂപത്തിൽ വീട്ടിൽ വന്നയാൾ സ്മാർട്ട് ഫോൺ മോഷ്ടിക്കാൻ വന്നതാണ് എന്നും ഇദ്ദേഹം അകത്ത് പോയ സമയം കൊണ്ട് സ്മാർട്ട് ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും. ഇതറിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം വീട്ടിലുള്ള മറ്റുള്ളവരോട് ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ടായി. വിവരം അറിയിച്ച പാടെ തന്നെ അവര് അടുത്തുള്ള സൈബർ സെല്ലിൽ പോയിട്ട് ഈ ഒരു വിവരം വിവരം അറിയിച്ചപ്പോൾ തന്നെ സൈബർ സെൽ സ്മാർട്ട് ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഫോണിലുള്ള സിഗ്നൽ അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു. ഇന്റർനെറ്റ് കണക്ഷനും കിട്ടുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വിട്ടു. അന്ന് വൈകുന്നേരം ഈ വീട്ടിലെ വേറൊരു വ്യക്തി ആ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വിളിച്ചു നോക്കി. ഭാഗ്യവശാൽ അന്ന് വൈകുന്നേരം സ്മാർട്ട് ഫോണിൽ വിളിച്ചപ്പോൾ സ്മാർട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായി. പക്ഷെ ആരും ആ ഒരു ഫോൺ എടുത്തില്ല. സ്മാർട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിൽ റേഞ്ച് ഉണ്ടാവും. ആ ഒരു ഫോണിൽ ഇന്റർനെറ്റ് ഓൺ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും ആ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയും ഗൂഗിളിൽ പോയിട്ട് ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് അതിനകത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് മൈ ആപ്ലിക്കേഷനിലൂടെ ഇന്റർനെറ്റ് ആ ഒരു ഫോണിൽ ഓൺ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ലഭിച്ചു. ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ ഈ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ സൈബർ സെല്ലിനെ അറിയിക്കുന്നുണ്ടായി. സൈബർ സെല്ലുകാർ ചെക്ക് ചെയ്തപ്പോഴോ ഈ ഒരു സ്ഥലം കഞ്ചാവ് അടിക്കാനായിട്ട് കുറേ അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ഈ വ്യക്തിയും പോലീസുകാരുമായിട്ട് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട് കാണുന്നുണ്ട്. ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന്റെ ഫൈൻഡ് മൈ ആപ്ലിക്കേഷൻ എടുത്തു. ഫൈൻഡ് മൈയുടെ അകത്ത് വേറൊരു ഫീച്ചർ ഉണ്ട്. അതായത് സ്മാർട്ട് ഫോൺ സൈലന്റ് ആണെങ്കിൽ പോലും പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിൽ നിന്നും വളരെ ലൗഡായിട്ടൊരു അലാം ബീപ്പ് ചെയ്യും എന്നുള്ളത്. സോ ആ ഒരു ഓപ്ഷൻ സ്മാർട്ട് ഫോണിൽ കൊടുക്കുന്നുണ്ടായി. ഈ ഓപ്ഷൻ കൊടുത്ത പാടെ തന്നെ ഭാഗ്യവശാൽ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനകത്ത് നിന്നും അലാറം അടിക്കുന്ന ശബ്ദം കേട്ടു. ഇവരെല്ലാവരും കൂടി ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ഒരു അലാറം അടിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ സ്മാർട്ട് ഫോൺ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ 7 സ്മാർട്ട് ഫോണുകളും കൂടെ ഉണ്ടായി. പല സ്ഥലങ്ങളിൽ നിന്നുമായി കട്ടുകൊണ്ടുവന്ന പല അധികം സ്മാർട്ട് ഫോണുകൾ കുമിച്ചിട്ടിരിക്കുന്നതായി അവിടെ കണ്ടു. ഈ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ ഈ ഒരു ഒറ്റ ഫൈൻഡ് മൈ ആപ്ലിക്കേഷന്റെ ഈ ഒരു കണ്ടെത്തലിലൂടെ ഇതെല്ലാം പോലീസിന് റിക്കവർ ചെയ്യാനായിട്ടും പറ്റി. ഇത്രയും നേരം പറഞ്ഞതൊരു കെട്ടുകഥയല്ല. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ പത്രത്തിലും വന്നിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. നമ്മുടെ സ്മാർട്ട് ഫോണിൽ എപ്പോഴും ഏത് സമയത്തും ഓൺ ആയിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള ലൊക്കേഷൻ. പല ആൾക്കാരും ബാറ്ററി സേവ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ലൊക്കേഷൻ ഓണാക്കി ഇടാറുണ്ട്. പക്ഷേ എപ്പോഴാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കളഞ്ഞു പോകുന്നത് എന്ന് പറയാനായിട്ട് പറ്റില്ല. സോ ലൊക്കേഷൻ സർവീസ് എപ്പോഴും ഓണാക്കി ഇടുക. ആൻഡ് രണ്ടാമത്തത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്തുള്ള മൊബൈൽ ഡേറ്റ. ഇപ്പോൾ എന്തായാലും മൊബൈൽ ഡേറ്റ അൺലിമിറ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾക്ക് 24 മണിക്കൂർ മൊബൈൽ ഡേറ്റ ഓൺ ആക്കി വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് അധികം ഡേറ്റ കൺസ്യൂം ചെയ്യുകയുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കൃത്യമായിട്ടുള്ളൊരു നമ്പർ ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഇട്ട് വെക്കുക. കാരണം സ്മാർട്ട് ഫോൺ എങ്ങാനും കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റും അതേപോലെ ലൊക്കേഷൻ ഡാറ്റയും ഓഫ് ആക്കാതിരിക്കാനായിട്ട് ഈ ഒരു ലോക്ക് പാസ്വേഡ് അല്ലെങ്കിൽ ഈ ഒരു ലോക്ക് സ്ക്രീൻ നിങ്ങളെ സഹായിക്കും. സോ നെക്സ്റ്റ് ടൈം നമ്മുടെ സ്മാർട്ട് ഫോൺ കളഞ്ഞു പോകുമ്പോൾ ഉടനെ തന്നെ പാനിക് ചെയ്യാതെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗിച്ച് നമ്മളാലാകുന്ന രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഫൈൻഡ് മൈൻ്റെ വേറൊരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിമോട്ടായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനുള്ളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ സ്മാർട്ട് ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ മറ്റുള്ളവർ ആ ഒരു ഫോൺ മിസ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡേറ്റ എല്ലാം സേഫ് ആയിട്ട് അതിൽ നിന്നും ഇറേസ് ചെയ്ത് കളയാനായിട്ടും പറ്റും. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുറച്ചുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.